TTC എന്നും DED എന്നും അറിയപ്പെടുന്ന ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ ഏപ്രിൽ മാസം വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ വരും മാസങ്ങളിൽ DEDനുള്ള അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കും. സാധാരണ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പരമാവധി 2 ആഴ്ച വരെ മാത്രമേ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവൂ. അതേപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നൽകുക. നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ അത് കൃത്യമായി നിങ്ങൾക്ക് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. DEDന്റെ അപേക്ഷ നൽകേണ്ടത് എങ്ങനെയെന്ന് ആദ്യമേ വിശദീകരിക്കാം. ഈ വർഷം മുതൽ ഓൺലൈനായിട്ടായിരിക്കും അപേക്ഷ സ്വീകരിക്കുക. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് DEDന്റെ പ്രവേശനവും കോഴ്സും നടത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷം വരെ അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ അയക്കുകയായിരുന്നു ചെയ്യേണ്ടത്. എന്നാൽ ഈ പ്രാവശ്യം മുതൽ DEDനുള്ള അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായിട്ട് നൽകുവാൻ കഴിയും. SCERTയുടെ വെബ്സൈറ്റ് ആണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അപേക്ഷ ക്ഷണിക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തന്നെയായിരിക്കും. അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ SCERTയുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ അപേക്ഷാ ഫീസ് നൽകി വിവരങ്ങൾ പൂരിപ്പിച്ച് +2 മാർക്ക് ലിസ്റ്റ്, 10th സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് അപേക്ഷ നൽകുവാൻ കഴിയും. ഒരു ജില്ലയിലേക്ക് മാത്രമേ ഒരാൾക്ക് അപേക്ഷ നൽകുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മെറിറ്റ് സീറ്റിന് പുറമെ സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റിൽ പ്രവേശനം നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റിന് മറ്റൊരു അപേക്ഷ കൂടി നൽകേണ്ടി വരും. അതായത് മെറിറ്റ് സീറ്റുകൾക്ക് ഒരു ആപ്ലിക്കേഷനും സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റിന് മറ്റൊരു ആപ്ലിക്കേഷനും നൽകേണ്ടി വരുന്നുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റ് ലഭിച്ചാൽ 30,000 രൂപയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത്. മാനേജ്മെന്റ് സീറ്റിന് 35,000 രൂപയാണ് സെമസ്റ്റർ ഫീസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന ഡയറ്റ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രതിമാസം 1,480 രൂപ ഫീസ് ഉണ്ട്. വാർഷികമായി ഡെവലപ്മെന്റ് ഫീസ് ഇനത്തിൽ 10,000 രൂപയുമാണ് വരുന്നത്. ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത് +2 50% മാർക്കോടെ പാസ്സായ 17 വയസ്സിനും 33 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ്. അതായത് അപേക്ഷ സമയത്ത് 33 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷ നൽകുവാൻ കഴിയില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് 36 വയസ്സ് വരെയും അപേക്ഷിക്കുവാൻ കഴിയും. ഓരോ കോളേജുകളിലുമുള്ള ആകെ സീറ്റുകളുടെ 40% സീറ്റ് +2 സയൻസ് പഠിച്ചവർക്കും 40% സീറ്റ് +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും 20% സീറ്റുകൾ +2 കൊമേഴ്സ് പഠിച്ചവർക്കും വീതിച്ച് നൽകും. DED കോഴ്സിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ 2 വർഷം അതായത് 4 സെമസ്റ്ററുകളാണ് ഉള്ളത്. അതിൽ 2 സെമസ്റ്ററുകളിലായി 100 ദിവസം നീളുന്ന ടീച്ചിങ് എക്സ്പീരിയൻസ് 2 വർഷങ്ങളിലും ഉണ്ടാകും. ഒപ്പം നിർബന്ധമായ ഒരു ക്യാമ്പ് ഉണ്ടാകും. വീടുകളിലേക്ക് പോകാതെ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേൾക്കുന്നവരിൽ ചിലർ ഒരു സംശയം ചോദിക്കാറുണ്ട്. DED ഡിസ്റ്റന്റ് ആയി പഠിക്കുവാൻ കഴിയുമോ എന്ന്. പ്രിയ സുഹൃത്തുക്കളെ, DED ഡിസ്റ്റന്റ് ആയി ചെയ്യാൻ കഴിയില്ല. കോളേജിൽ പോയി ഇരുന്ന് പഠിക്കണം. ടീച്ചിങ് എക്സ്പീരിയൻസ് ഉൾപ്പെടെ നേടുവാൻ അവിടെ നിന്ന് അയക്കുന്ന സ്കൂളിൽ പോയി പഠിപ്പിക്കണം. ഒപ്പം 20 ദിവസം മുതൽ 1 മാസം വരെ വീട്ടിലേക്ക് പോകാതെ ക്യാമ്പ് ചെയ്യേണ്ട കാര്യവും സിലബസിന്റെ ഭാഗമാണ്. അപ്പോൾ DED പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഡിസ്റ്റന്റ് ആകുക. ഇനി DED പഠിച്ചാൽ എവിടെയാണ് ജോലി നേടാൻ കഴിയുക എന്ന് കൂടി പറയാം. പ്രൈമറി സ്കൂളിലും UP സ്കൂളിലും ജോലി നേടാൻ കഴിയും. LP സ്കൂളിലേക്ക് ജോലി നേടുവാനായി കാറ്ററ്റ് കാറ്റഗറി 1 എക്സാം എഴുതി പാസ്സാവുക. തുടർന്ന് PSCയുടെ LP അസിസ്റ്റന്റ് എക്സാം എഴുതി റാങ്ക് നേടുക. UPയിലേക്ക് ജോലി നേടുവാൻ കാറ്ററ്റ് കാറ്റഗറി 2 എക്സാം എഴുതി പാസ്സാകുക. തുടർന്ന് PSCയുടെ UP അസിസ്റ്റന്റ് എക്സാം എഴുതി റാങ്ക് നേടുക. DED ക്വാളിഫിക്കേഷൻ കൊണ്ട് സർക്കാർ സ്കൂളിൽ ജോലി നേടിയെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ പ്രയാസവുമാണ്. ലഭിച്ചാൽ തന്നെ വളരെ ചെറിയ ശമ്പളം മാത്രമേ ലഭിക്കുകയുള്ളൂ. DED അപേക്ഷിക്കുവാൻ +2വിൽ 50% മാർക്ക് മിനിമം നേടിയാൽ മതിയെങ്കിലും ഒരു പച്ചയായ സത്യം പറയാം. ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ ഉറപ്പാക്കുവാൻ 90%-ലധികം മാർക്ക് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഉണ്ടാവണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും 85%-ലധികം മാർക്ക് ഉണ്ടാവണം. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് ഓരോ കോളേജിലും നിശ്ചിത സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാർക്ക് ബാധകമല്ല. ഒരു 70% മീതെ മാർക്കുള്ളവർക്ക് ഭിന്നശേഷിക്കാർക്ക് പ്രതീക്ഷ വയ്ക്കാം. ഇങ്ങനെ വരുവാൻ കാരണം കേരളത്തിൽ DEDന് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ഒരു 20% സീറ്റുകൾ പോലും ഇല്ല. അതായത് അപേക്ഷ നൽകുന്നവരിൽ 100-ൽ 20 പേർക്ക് മാത്രമേ ഗവൺമെന്റ് സീറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. മാനേജ്മെന്റ് സീറ്റുകളിൽ അഡ്മിഷൻ നേടാൻ താരതമ്യേന ഈസിയാണ്. എന്നാൽ മലപ്പുറം, കോഴിക്കോട് പോലുള്ള വടക്കൻ ജില്ലകളിൽ മാനേജ്മെന്റ് സീറ്റുകൾക്ക് വരെ വലിയ ഡിമാൻഡ് ആണ്. ഇവിടങ്ങളിൽ ഡൊണേഷൻ ഉൾപ്പെടെ വാങ്ങുന്നുമുണ്ട്. എന്നാൽ കോട്ടയം, കൊല്ലം പോലുള്ള തെക്കൻ ജില്ലകളിൽ ഡൊണേഷൻ നൽകാതെ തന്നെ മാനേജ്മെന്റ് സീറ്റ് ലഭിക്കുന്ന സ്ഥിതി കഴിഞ്ഞ വർഷങ്ങൾ വരെ കണ്ടുവരുന്നുണ്ട്. ഇനിയും DEDനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തി
ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ മാർക്കിനനുസരിച്ച് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള സംശയങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് DLEഡിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. പരമാവധി അതിനെല്ലാം ഉത്തരം നൽകുവാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ്. DLEഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നൽകിയത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിനായി ഈ ചാനലിലെ DLEഡ് എന്ന പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. DLEഡ് അഡ്മിഷൻ വിവരങ്ങൾ തത്സമയം ലഭിക്കുവാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.